വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ട് സർക്കാർ 138 പേരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. എന്നാൽ പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. കാണാതായവരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ നൽകണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 ദിവസമായി വിവിധ വാർഡുകളിൽ നിന്നായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാണാതായവരുടെ പട്ടിക റവന്യൂ വകുപ്പ് പുറത്തുവിട്ടത്. പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിലെ റേഷൻ കാർഡിന്റെ വിവരങ്ങളും സമീപത്തെ സ്കൂളുകളിൽ നിന്ന് രജിസ്റ്റർ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ചുമാണ് പട്ടിക തയ്യാറാക്കിയത്. ഈ പട്ടികയിലുള്ളതല്ലാതെ മറ്റാരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും നൽകണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ തയ്യാറാക്കിയ പട്ടിക അന്തിമമല്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. 152 പേർ ഉരുൾപൊട്ടലിൽ കാണാതായെന്ന് മന്ത്രി കെ രാജൻ നേരത്തെ അറിയിച്ചിരുന്നു. കാണാതായവരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ നൽകണമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ തിരിച്ചറിയാത്ത 44 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും ഇതുവരെ സംസ്കരിച്ചിട്ടുണ്ട്. ഇവയുടെയെല്ലാം DNA വിവരങ്ങളും ശേഖരിച്ചു വച്ചിട്ടുണ്ട്. കാണാതായവർക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. റിപ്പോർട്ടർ ടീം, വയനാട്.